ഹലോ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത ഒരു സ്പെഷ്യൽ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിതൊരു ഉണ്ടാക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാനാരെയും നിർബന്ധിക്കണില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തോന്നി എന്നാൽ വീഡിയോ എടുത്താലോ എന്ന് തോന്നി. അപ്പോൾ ഏട്ടനുള്ളതിന് വീഡിയോ എടുക്കാൻ ഇത്തിരി മടിയാണ്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വന്നു. അപ്പോൾ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഞാനിന്ന് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മന്തിക്കുള്ള അരി ഞാൻ അവിടെ വൈറ്റ് സെല്ല റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം കഴുകി വെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതും കൂടി ആകുമ്പോൾ ഇതാവും. പിന്നെ ചിക്കൻ കറിയും വെക്കണം. അപ്പം മന്തിക്കുള്ള ചിക്കൻ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വാങ്ങിച്ചിരുന്നു. പിന്നെ ചിക്കൻ കറിക്കുള്ള ചിക്കനും കട്ട് ചെയ്തിരുന്നു. അപ്പം മന്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏട്ടൻ്റെ അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസ് ഇവിടെ ഇല്ല, സൺഡേ ക്ലാസ്സിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് അവളെ കാണാത്തത്. പിന്നെ കമൻസിൽ ചോദിക്കും എല്ലാവരും പൊന്നൂസിനെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ചിക്കനപ്പോൾ തലേ ദിവസം ശരിക്കും റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. പിന്നെ ഞാൻ അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് ചിക്കൻ നമ്മൾക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഓട്ടയാക്കിയാലും മതി കേട്ടോ. ഏറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. കാരണം മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ കത്തി കൊണ്ടൊക്കെ വരഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം കേട്ടോ. ക്യാപ്സിക്കം കുരുകുരാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ബേ ലീഫും പട്ടയും കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് മാഗി ക്യൂബ് 2 ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണം വെച്ചാൽ ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടല്ലോ. അപ്പം പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിട്ട് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മന്തി മസാല ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഇടാം. ഞാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. ശരിക്കും ഒരു 4 മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കണം എന്നാണ് പറയുക. ഞാൻ പക്ഷെ അത്രയൊന്നും വെച്ചില്ല. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഈ അടുത്ത് ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങുകയാണ്. ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജിസ്ലീസ് റെസിപ്പീസ് എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാൻ ഈസി മെത്തേഡൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കയറിയൊക്കെ ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ സബോളയും കാര്യങ്ങളും തക്കാളി ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനപ്പോൾ അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ് ചിക്കൻ കറിക്ക് വേണ്ടി. ഇത് രണ്ടും കൂടി ഉണ്ടാക്കണമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അരി വേവിക്കാനുള്ള പരിപാടി തുടങ്ങണ്ട. അപ്പോൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അതൊക്കെ ഒന്ന് കഴുകി വാരി എടുക്കണുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ അരി വേവിക്കാനുള്ള പരിപാടികളിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വെയിലുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് മഴ കാണുന്നില്ല. അതുകൊണ്ട് ബെഡ്ഷീറ്റും തലണ കവറും എല്ലാ സാധനങ്ങളും വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഭാഗ്യം ഈ മഴ പെയ്യില്ല, വൈകുന്നേരം വരെ വെയിലായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറിക്ക് റെസിപ്പി ഞാൻ പറയണില്ല, കാരണം ഓൾറെഡി ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കറിക്കുള്ള ഐറ്റംസൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരടുപ്പത്ത് ഞാൻ മന്തി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിരുന്നു ക്ലീനിങ് വീഡിയോ ചെയ്യുമോ ചേച്ചിയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ക്ലീനിങ് വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. കുട്ടി ഒരു കൊച്ചിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അരിയുടെ വെള്ളം തിളച്ചപ്പോൾ അതിനകത്തേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പ് ഇടണം. അതിനകത്ത് കുരുമുളക് ഇടണം. നമ്മുടെ നാരങ്ങ 2 കഷ്ണം മുറിച്ചതും കൂടി ഇടണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് വേണ്ടിട്ട് അരി വേവ്. ഇപ്പോൾ ആദ്യം വേവായാൽ മതി, ഒരു 50% വേവായാൽ മതി കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അരി നല്ല ഒരു 50% വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ അരിയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞ് വെക്കണം കേട്ടോ. അത് ഭയങ്കര ചൂടായതുകൊണ്ട് വെള്ളം ഊറ്റുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുന്നത് അതിൻ്റെ ചൂട്. അങ്ങനെ അതൊക്കെ ഊറ്റി മാറ്റി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ താരത്തിൻ്റെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനെ. അങ്ങനെ ചിക്കൻ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ അട്ടിക്ക് വെക്കരുത്, നിരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ മസാല സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 50% വേവിച്ചിട്ട് ചോറില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കുക. ഇങ്ങനെ അമിക്കി വെക്കരുത്, തട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 3-4 പച്ചമുളക് കുത്തി കൊടുക്കുക, നമ്മുടെ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി കലക്കിയത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്മോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ സ്മോക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ സ്മോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിക്കുമ്പോൾ പുക നന്നായിട്ട് അതിൽ വരും. വേഗം കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ ഇട്ടാൽ ഒറ്റ വിസിൽ പാടുള്ളൂ. ഒറ്റ വിസിൽ കഴിഞ്ഞിട്ട് അത് അവിടെ അനക്കാണ്ട് വെക്കുക. അങ്ങനെ വിസിലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ കുക്കർ തുറന്നു. കുക്കർ തുറന്നപ്പോൾ മന്തി തട്ടാനായിട്ട് പോവാട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് മന്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വിസൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുഴിമന്തിയുടെ മണം അവിടെ വന്നു. ഹോട്ടലുകളിലൊക്കെ മന്തിയുടെ മണം വരില്ല. ആ മണം വന്നിട്ട് പിള്ളേർ വരെ ചോദിച്ചു മന്തിയുടെ മണം വന്നിട്ടുണ്ടല്ലോ എന്ന്. നല്ല അടിപൊളി മന്തി എന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളുടെ. വെറും അധിക സമയമൊന്നും ആവില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഒരു ഒറ്റ വിസലിൽ കാര്യം കഴിയും. നല്ല അടിപൊളി മന്തി. പിന്നെ എൻ്റെ ഇത്തിരി കളർ കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ അത്ര ഇടണ്ട, കുറച്ച് കളർ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ നല്ല ജ്യൂസി നല്ല അടിപൊളി വേവിൽ വന്നിട്ടുണ്ട്. റൈസായാലും നമ്മളെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ റൈസ് പോലെ തന്നെ ടേസ്റ്റ് വന്നിട്ട് കേട്ടോ. മയോണൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഉണ്ടാക്കാനായിട്ട്. തക്കാളി ചട്നി ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ സ്വാദിഷ്ടമായ മന്തി തയ്യാർ, ഹോം മെയ്ഡ് മന്തി. ഇനി ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ തമാശ പറയില്ല, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കണ്ടോളൂ കേട്ടോ. ബൈ.